ഹലോ ഫ്രണ്ട്സ്, ഫൈനലി വി ആർ ബാക്ക് ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. ആൻഡ് നമ്മളിപ്പോൾ ഇന്നുള്ളത് ഗോൽക്കൊണ്ട ഫോർട്ടിലാണ്. ഇന്ത്യയിലെ വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫോർട്ടാണ് നമ്മുടെ ഗോൽക്കൊണ്ട ഫോർട്ട്. ഇവിടെ കയറാൻ ₹25 പാസ്സൊക്കെ എടുത്തിട്ട് നൈസായിട്ട് കയറാം. ഓക്കെ, നമുക്കിപ്പോൾ തുടങ്ങാം അല്ലേ. ഇതാണ് കയറി വരുമ്പോൾ തന്നെയുള്ള ഫസ്റ്റായിട്ട് കാണുന്ന ഒരു കോട്ടയുടെ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞും കൂടെ നേരെ വരുമ്പോൾ ഈ കോട്ടയെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസൊക്കെ ഒരു ബോർഡിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളത് ജസ്റ്റ് വായിച്ച് നോക്കോളൂ. ഞങ്ങളെല്ലാം കൂടെ ഒരു പോസ്റ്റ് തരാം. അതൊരു പോസ്റ്റ് ആകും. ഈ ഒരു ബ്ലോക്ക് പിക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇവിടുത്തെ ആർമിയിലേക്കുള്ള സെലക്ഷനൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. എല്ലാവരും വന്ന് ട്രൈ ഇതൊക്കെ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ആർക്കും അത് പറ്റിയില്ല, അതുകൊണ്ട് എല്ലാവരും ഇട്ടിട്ട് പോയി. ഏതാണ്ട് 900 വർഷം പഴക്കമുള്ളതാണ് ഈ കോട്ട. അതുപോലെ തന്നെ ഈ കോട്ടയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയായിരുന്നു ഡയമണ്ടിൻ്റെ ഏറ്റവും കൂടുതൽ ട്രേഡ് നടന്നുകൊണ്ടിരുന്നൊരു കേന്ദ്രമായിരുന്നു. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, നമ്മുടെ കോഹിനൂർ ഡയമണ്ടൊക്കെ ഇല്ല, നമ്മുടെ ബ്രിട്ടീഷുകാരെടുത്തിട്ട് പോയി, അതിൻ്റെയൊക്കെ ഒരു സെൻ്ററായിരുന്നത്. അതുപോലെ തന്നെ ഈ വഴികളിലൂടെ എല്ലാം പോകുമ്പോൾ അവിടെ ഇവിടെ എല്ലാം ഓരോ തുരങ്കങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ സിറ്റിയുടെ ഔട്ടർ ഏരിയയിലോട്ടൊക്കെയാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഇവിടെ യൂഷ്വലി നടന്നുകൊണ്ടിരുന്ന ട്രേഡ് എന്നൊക്കെ പറഞ്ഞാൽ ഡയമണ്ട്സാണ് മെയിൻലി ട്രേഡ് നടന്നുകൊണ്ടിരുന്നത്. പിന്നെ പേൾ സിറ്റി തന്നെയാണല്ലോ ഈ സ്ഥലത്തിന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ക്ലോത്തിങ്സ്, ഇതൊക്കെയായിരുന്നു കൂടുതലായിട്ട് ഇവിടുന്ന് ഒരു ട്രേഡായിട്ട് നടന്നുകൊണ്ടിരുന്നൊരു ഇതിനായിട്ടുള്ള കാര്യങ്ങൾ. ഈ കാണുന്ന സ്ഥലമാണ് ഇവരുടെ ബാർട്ടർ സിസ്റ്റം നടന്നുകൊണ്ടിരുന്നൊരു സ്ഥലം. അതായത് ആൾക്കാർ വന്ന് അവരുടെ സാധനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യും, സാധനങ്ങൾ കൊടുക്കും. ഇവിടെ നിന്നുള്ള വേണ്ട സാധനം, ഡ്രസ്സുകൾ അല്ലെങ്കിൽ ഡയമണ്ട്സ് അല്ലെങ്കിൽ ട്രേഡ്, യൂഷ്വലി ട്രേഡ് നടന്നുകൊണ്ടിരുന്ന സ്ഥലം എന്ന് പറയുന്നൊരു ഏരിയ ആണ്. അത് കൊട്ടാരവും നാട്ടുകാരും തമ്മിൽ അവിടുത്തെ കണക്ഷൻ കൊടുക്കുന്നൊരു സ്ഥലം. എന്നിട്ട് അവിടുത്തെ ആൾക്കാർ നല്ല നീളമുള്ള ആൾക്കാരായിരുന്നു. ഇത് കണ്ടില്ലേ, മുകളിലാണ് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരുന്നത്. ഒരാൾ നിൽക്കുമ്പോൾ നമുക്ക് ആ ഹൈറ്റ് മനസ്സിലാവാൻ പറ്റും. നല്ല പൊക്കത്തിലാണ് ഇരിക്കുന്നത്. പക്ഷെ അവർക്ക് ഒറ്റ കയ്യിൽ ഈസിയായിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് വെച്ചേക്കുന്നത്. ദൂരെ കാണുന്നതാണ് അന്നത്തെ രാജാവിൻ്റെ നിസ്കരിക്കാൻ വേണ്ടിയുള്ളൊരു സ്ഥലം. നിസ്കരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു സ്ഥലമാണത്. ഞാൻ പോയത് ഡിസംബർ സമയത്താണ് പോയത്, അതുകൊണ്ട് തന്നെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഇത് നട്ടുച്ചയ്ക്കെടുത്ത വീഡിയോ ആണെങ്കിൽ അത്ര ചൂടൊന്നും ഇല്ല എന്ന ഏരിയയിൽ. അപ്പോൾ പോകുന്ന ആൾക്കാർ ആ ഒരു നവംബർ ഡിസംബറൊക്കെ പോകാൻ ശ്രമിക്കുക. അല്ലാത്ത സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ചൂടായി പോകും. ഈ സ്ഥലം പിന്നെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. പ്രേമലു മൂവിയിലെ മറ്റേ ഒരു സോങ് ഉണ്ടല്ലോ, ആ സോങ് ഷൂട്ട് ചെയ്ത ഏതാണ്ട് ഇവിടെയൊക്കെ വെച്ചാണ്. അപ്പോൾ നമ്മൾ ഇതുവഴി നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ആ പാട്ടൊക്കെ ഓർമ്മ വരും. അങ്ങനെ ഓർമ്മ വരാത്തവർ യൂട്യൂബ് എടുത്ത് ആ പാട്ടൊന്ന് കണ്ടു നോക്കിയാൽ മതി, അപ്പം ഓർമ്മ വരും. ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദു, ടർക്കിഷ് ആൻഡ് പേർഷ്യൻ ബ്ലെൻഡ്, ഇത് മൂന്നും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരുന്ന കൈൻഡ് ഓഫ് ആർക്കിടെക്ചറാണ്. പിന്നെ ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മൾ ആ സമയങ്ങളിൽ കുളിക്കാനായിട്ട് ചൂടുവെള്ളവും തണുത്ത വെള്ളവും കിട്ടാൻ വേണ്ടി ഒരു പൈപ്പ് ലൈൻ സെറ്റപ്പ് ഉണ്ടായിരുന്നു. അതാണ് നമുക്ക് മുകളിൽ കാണാൻ പറ്റുന്നത്. അതായത് നമ്മുടെ ഇപ്പോൾ യൂസ് ചെയ്യുന്ന PVC കൈൻഡ് ഓഫ് പൈപ്പല്ല, പക്ഷേ നല്ല രസമുണ്ട് അത് കാണാൻ. അത് ഇപ്പോൾ കാണിച്ചാൽ അതെ കണ്ടല്ലേ, അതാണ് പൈപ്പ്. അതിലൊന്നിലൂടെ ചൂടുവെള്ളം വരാനും മറ്റേതിലൂടെ തണുത്ത വെള്ളം പോകാനും, അതായത് നോർമൽ വാട്ടർ പോകാനുള്ളൊരു സെറ്റപ്പായിരുന്നു. നമ്മുടെ ഇപ്പോഴത്തെ ആൾക്കാർ പറയുന്ന പോലെ ടെക്നോളജിയാ അല്ലേ. ഇതാണ് ഫോർട്ടിൻ്റെ ഒരു കോർട്ട് റൂമായിട്ട് യൂസ് ചെയ്യുന്നൊരു സ്ഥലം. രാജാവും റാണിയൊക്കെ മോളിൽ വന്ന് ഇവിടെ വന്നിങ്ങനെ ഇരിക്കും. അവിടെ വന്നിരുന്നിട്ട് കോടതിയുടെ പ്രൊസീജിയേഴ്സും അല്ലെങ്കിൽ വിസ്താരവും അല്ലെങ്കിൽ ഒരു പ്രതിക്ക് ശിക്ഷ കൊടുക്കണോ വേണ്ടേ തീരുമാനിക്കുന്നതൊക്കെ അവിടെ ഇരുന്നിട്ട് അവർ ഓർഡർ ഇടും, അത് ഇവിടെ നിന്ന് നടപ്പിലാക്കും. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും മുകളിൽ നിൽക്കുന്ന രാജാവും റാണിയെ കാണാൻ പറ്റില്ല. ബട്ട് താഴെ ഇരിക്കുന്ന ആൾക്കാരെ മുകളിൽ നിന്ന് കാണാൻ പറ്റും. ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ തന്നെ പണിഞ്ഞേക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് സ്ലോയിൽ കാണാം, മനസ്സിലായില്ലേ. അതുപോലെ തന്നെ ഇവിടുത്തെ വാളിലെല്ലാം ഭയങ്കര എക്കോ ആണ്. നമ്മൾ ഒരു വാളിൽ നിന്ന് ചെവി വെച്ച് സംസാരിച്ചിട്ട് അപ്പുറത്തെ വാളിൽ പോയി നിന്ന് കേട്ടാൽ അത് കേൾക്കാൻ പറ്റും. ആ രീതിയിലാണ് ഇതിൻ്റെ സ്ട്രക്ചേഴ്സ് പോയിരിക്കുന്നത്.
സെക്യൂരിറ്റി റീസൺസിന് വേണ്ടി ചെയ്തതാണെങ്കിലും ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭടന്മാർക്കും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഗോസിപ്പ് പറയാനൊന്നും പറ്റില്ലായിരുന്നു. ഇവിടെ പറഞ്ഞാൽ അവിടെ കേൾക്കുമല്ലോ. രാജാവിനെ പറ്റി എന്തെങ്കിലും പറയുന്നത് മാത്രം ഓർമ്മ കാണുള്ളായിരിക്കും, പിന്നെ ബാക്കി പറയണ്ടല്ലോ. ഇതാണ് ഇങ്ങോട്ട് മെയിനായിട്ട് കയറി വരുമ്പോൾ കാണുന്നത് ഒരു കോർട്ട്യാർഡ് പോലത്തെ ഒരു ഏരിയ ആണ്. ഇതിൻ്റെ ആ ബിൽഡിങ്ങുകളൊക്കെ കണ്ടില്ല, എല്ലാം 4 നില ബിൽഡിങ്ങുകളായിരുന്നു. പതുക്കെ അത് ഇടിഞ്ഞിടിഞ്ഞ് ഇപ്പം 2 നില 1.5 നില ഒക്കെ ആയി വന്ന് നിൽക്കുകയാണ്. പണ്ട് രാജാവൊക്കെ ആക്റ്റീവ് ആയിരുന്ന സമയത്ത് ഇവിടെ പ്രോഗ്രാംസ് ഒക്കെ നടക്കുമ്പം അവിടെ ഓരോ ഹോള് കണ്ടില്ല, റെക്ടാങ്കുലർ ഹോൾ. ആ ഹോളിനകത്തെല്ലാം ഡയമണ്ട്സ് വെച്ചിട്ട് ഇവിടേക്കത് പ്രൊജക്റ്റ് ചെയ്തിട്ട് കാണിക്കും. നമ്മളിപ്പോൾ ലേസർ ഷോയും ലൈറ്റ് ഷോ ഒക്കെ നടത്തില്ലേ, അതുപോലെ ആ കാണുന്ന ഹോളുകളിലെല്ലാം ഡയമണ്ട്സ് ഒക്കെ വെച്ചിട്ട് അതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നടുക്കൊക്കെ വെച്ചിട്ടായിരുന്നു അന്ന് ലൈറ്റ് ഷോ പോലൊക്കെ നടത്തിക്കൊണ്ടിരുന്നവർ. ഈ കാണുന്നതാണ് നമ്മുടെ പ്രിൻസസ് അല്ലെങ്കിൽ ക്യൂവിൻ്റെ മേക്കപ്പ് റൂം. അവിടെ ഇരുന്നാണ് അവർ മേക്കപ്പ് ഒക്കെ ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പം അടച്ചു വെച്ചേക്കുന്ന റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിള്ളേരൊക്കെ കയറി അതിൻ്റെ വോളിലൊക്കെ നമ്മുടെ പേരുന്നാളൊക്കെ എഴുതി വെക്കാൻ തുടങ്ങിയോണ്ട് അവർ ഒരു ഗ്രില്ലിട്ട് വെച്ചത്, അല്ലെങ്കിൽ നേരത്തെ അതിൻ്റെ അകത്ത് വരെ പോയി കാണാൻ പറ്റുമായിരുന്നു. അതുപോലെ ക്യൂവിനകത്ത് നിന്ന് മേക്കപ്പ് ചെയ്യുമ്പോൾ ഇവിടെ സോൾജേഴ്സൊക്കെ നിന്നിട്ട് ഇതാണ് അവരുടെ ഏരിയ, അവരൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്നൊരു സ്ഥലമാണിത്. ആ കാലത്ത് കണ്ണാടി നോക്കുന്ന എന്തോ ഹറാമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ചെറിയ ഹോളില്ലേ അതിനകത്ത് റോസ് വാട്ടർ നിറച്ച് വെച്ചിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് അവിടെ വന്നിട്ട് നോക്കും. അങ്ങനെയായിരുന്നു മുഖമൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. ഈ ഫോർട്ടിൻ്റെ ഒരു പഴക്കം വെച്ച് കുറേ ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. അതാണ് ഇതിൽ കാണാൻ പറ്റുന്നത്. ഇപ്പം കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ട് യുനെസ്കോ ഏറ്റെടുത്ത് ഇപ്പോൾ ഇത് പ്രിസർവ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് മെയിൻ്റെനൻസും പരിപാടികളൊക്കെ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഇതിങ്ങനെ കറക്റ്റായിട്ട് കീപ്പ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. കുറച്ച് സ്റ്റെപ്സ് നമ്മൾ മുകളിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഈ ഫോർട്ടിൻ്റെ കുറച്ച് ഏരിയ ഒക്കെ നമുക്ക് നല്ലതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടെ മുകളിലോട്ട് കയറിയാൽ നമുക്ക് ഹൈദരാബാദ് ടൗണും അല്ല ഹൈദരാബാദ് സിറ്റിയും കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. നമ്മൾ കുറച്ചും കൂടെ മുകളിലോട്ട് സ്റ്റെപ്സ് കയറി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടുന്ന് ഹൈദരാബാദ് സിറ്റി നല്ല വ്യൂ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഫോർട്ടിൻ്റെ ചുറ്റും കവർ ചെയ്ത് സിറ്റി ഇങ്ങനെ വളർന്ന് നിൽക്കുകയാണ്. ആ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കുറച്ച് ഗ്രീനറിയും അപ്പുറത്ത് കുറച്ച് സിറ്റി ആയിട്ടുള്ള രീതിയിലും കാണാൻ പറ്റും. മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഹൈദരാബാദ് സിറ്റി നമുക്ക് ഇവിടെ നിന്ന് നല്ല വ്യൂവിൽ കാണാൻ പറ്റും. കുറച്ചും കൂടെ നമ്മൾ മുകളിലേക്ക് എത്തിയപ്പോൾ ഉള്ള വ്യൂ ആണിത്. അങ്ങനെ സ്റ്റെപ്പുകളെല്ലാം കയറി നമ്മൾ അതിൻ്റെ ഏറ്റവും മുകളിലെത്തിയപ്പോൾ തന്നെ ഇവിടെ നമുക്കൊരു അമ്പലം കാണാൻ പറ്റും. ഇതും പണ്ട് മുതലേ ഉണ്ടായിരുന്നൊരു അമ്പലമാണ് ഇവിടുത്തെ. അതുപോലെ അമ്പലത്തിനോട് ചേർന്ന് തന്നെ ഒരു പള്ളിയുണ്ട്. ഈ പള്ളിയും അമ്പലമാണ് ഈ ഫോർട്ടിൻ്റെ ഏറ്റവും ടോപ്പിലിരിക്കുന്നത്. ഇതാണ് ടോപ്പ് മോസ്റ്റ് പോയിന്റ് എന്നുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ. ഫോണിൽ കാണുമ്പോൾ അത്ര അങ്ങോട്ട് ഇതുണ്ടാകത്തില്ല, ബട്ട് നേരിട്ട് കാണാൻ വളരെ ബ്യൂട്ടിഫുള്ളാണ്. എല്ലാവരും നേരിട്ട് വന്ന് തന്നെ കണ്ടു നോക്കുക. ഹൈദരാബാദ് വരുമ്പോൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ട് തന്നെയാണിത്. അപ്പോൾ ശരി, അപ്പോൾ ഇനി പതുക്കെ നമുക്ക് താഴേക്ക് ഇറങ്ങാം. ഓക്കെ, ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഫ്രം ദ ഗോൾക്കൊണ്ട ഫോർട്ട്. See you again. See you soon. Bye.